ഓണത്തിന് നാട്ടിൽ വന്നപ്പം ഞങ്ങൾ എന്തായാലും വിചാരിച്ചതാണ് ദിയേനെയും കൊണ്ടൊന്ന് ആലപ്പുഴ ബീച്ച് വരണമെന്ന്. അവൾക്ക് ഈ ബീച്ച് വന്ന് മണ്ണുവാരി കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തിൻ്റെ അന്ന് വൈകുന്നേരം ആലപ്പുഴ ബീച്ചിലോട്ടൊന്ന് ഇറങ്ങി. പക്ഷെ പണി കിട്ടിയതെന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല ലേറ്റായി ഇവിടെ എത്തിയപ്പം. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു സൺസെറ്റ് മിസ്സാവും. പിന്നെ ഇവിടെ അത്യാവശ്യം ഒന്ന് ഇരുട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഗാർഡ് ചേട്ടന്മാർ പ്രത്യേകിച്ച് കുട്ടികളെ ഒന്നും ബീച്ചിലോട്ട് അധികം ഇറക്കാൻ സമ്മതിക്കില്ല. ഞങ്ങളങ്ങനെ ഡെസ്പടിച്ച് വരുമ്പോഴാണ് ഈ സർപ്രൈസ് കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഈ ഓണം ക്രിസ്മസ് ടൈമിൽ ആലപ്പുഴ ബീച്ചിൽ ഇതേപോലെ കാർണിവൽ പരിപാടി നടക്കാറുണ്ട്. ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായത് ഞങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ടൈമിലാട്ടോ വന്നത്. സൂര്യപ്രകാശം അധികം പോയിട്ടുമില്ല, ഈ റൈഡ്സിൻ്റെ ഒക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുമുണ്ട്. എല്ലാം കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആകാശത്തിനും ഒരു ഏകദേശം ഒരു പർപ്പിൾ കളറും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം ടൈം കളഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് ലൈറ്റ് പോകുന്നതിന് മുന്നേ ബീച്ചിൽ പോയി ഒന്ന് കാലൊക്കെ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരോടെ പയ്യെ ബീച്ചിലോട്ട് നടന്നേ. ദിയയാണെങ്കിൽ ലൈറ്റ് എല്ലാം കൂടെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ബീച്ചിൽ പോകാൻ വന്ന ആൾക്ക് ബീച്ചിലോട്ട് ഇറങ്ങണ്ടായിരുന്നു. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് ഇരുട്ടുന്നതിന് മുന്നേ ഞാനും ദിയയും കൂടെ പോയിന്ന് കാലൊക്കെ നനച്ച് പെട്ടെന്ന് ഇങ്ങ് ഓടി വന്നു റൈഡിൽ കയറാനുള്ള തിടുക്കത്തിന്. കാലം നനച്ച് കഴിഞ്ഞപ്പോൾ ചെരുപ്പ് നിറച്ച് മണ്ണായി. ഞാൻ ഓടിപ്പോയി എൻ്റെ എന്ത് ചെയ്യണം ചെരുപ്പ് കഴുകി വെച്ചും വന്നു. ബീച്ചിൽ പോയി വന്ന് ഞങ്ങൾ ആദ്യം കണ്ടത് ഈ ഡ്രാഗൻ്റെ ഷേപ്പുള്ള റൈഡാട്ടോ. അപ്പോൾ ദിയ അപ്പം തന്നെ പറഞ്ഞു ഇത് കയറാമെന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം തൊട്ടടുത്ത് വേറൊരു ചെറിയൊരു റൈഡ് കണ്ടു. എന്നാൽ അതിൽ കയറി അപ്പുറത്ത് തിരക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടോ ദിയേനെയും കൊണ്ട് ഇങ്ങനത്തെ ഒരു കാർണിവൽ പരിപാടിക്ക് പോകുന്നത്. അവൾ ഇതേപോലത്തെ കാർണിവലിനൊന്നും ഇതിന് മുന്നേ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു ഈ റൈഡ് കയറ്റുമ്പോൾ. ഇവൾക്ക് പേടിയാവുമോ എക്സൈറ്റഡ് ആവുമോ. ഇവളാണെങ്കിൽ പ്രത്യേകിച്ചൊരു എക്സ്പ്രഷനും ഇടുന്നില്ല. ഞങ്ങൾ ആദ്യം ഓർത്തത് ആൾ പേടിച്ചിരിക്കുവാണ്, തീരെ എൻജോയ് ചെയ്യുന്നിട്ടെന്നാണ്. പക്ഷേ റൈഡിൽ നിന്ന് ഇറക്കാൻ നേരമാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ആൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ക്യൂ നിന്നിട്ട് ആ ഡ്രാഗൺ റൈഡ് കയറി. പുള്ളിക്കാരിക്ക് വലിയ എക്സ്പ്രഷൻ മാറ്റമൊന്നുമില്ല. എനിക്ക് മറ്റേ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ സീരീസിനകത്ത് മിസ്റ്റർ ബീൻ കയറത്തില്ല റോളർ കോസ്റ്ററിൽ, ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട്. പുള്ളിക്കാരി അതേപോലെ എക്സൈറ്റഡ് ആണ്, പക്ഷെ ഒരു എക്സ്പ്രഷൻ ഇല്ല. നല്ല രസമായിരുന്നു. റൈഡ് തീരാറായപ്പോഴും ദിയ വരുന്നില്ലായിരുന്നു. അവസാനം ഒരു രീതിയിൽ പിടിച്ച് വലിച്ച് ഞങ്ങൾ റൈഡിൽ നിന്ന് ഇറക്കി. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക, മിക്കവാറും ഈ കാർണിവൽ പരിപാടികൾക്ക് പോകുമ്പം ഈ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെയുള്ള റൈഡ്സ് വളരെ കുറവായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ ശ്രദ്ധിച്ചതിൽ ഏറ്റവും കൂടുതലുള്ള കൊച്ചു കുട്ടികൾക്കുള്ള റൈഡുകളാട്ടോ. പിന്നെ പയ്യെ ഞങ്ങൾ ഓരോ കുലുക്കി അടിച്ച് 2 മുളക് ബജിയും കഴിച്ച് കാർണിവൽ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടേ. ദിയ പിന്നെ ഏറ്റവും വഴക്ക് അവൾക്ക് ഈ റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്ങാനും സ്ലിപ്പായി പോയി കഴിഞ്ഞാലോ എന്നുള്ളൊരു പേടി. പിന്നെ ഞങ്ങൾ കയറിയില്ല. അവൾക്ക് ചെറിയ റൈഡൊന്നും പറ്റുന്നില്ലായിരുന്നു. അവൾക്ക് ഈ വലിയ റൈഡ്സ് കയറിയാൽ മതി എന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ഈ ട്രെയിനിലൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവൾ എപ്പോഴും വലിയ റൈഡിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വലിയ റൈഡിലൊന്നും കയറ്റാണ്ടായപ്പോൾ ദിയ നല്ല വഴക്കായിരുന്നു. പിന്നെ ഒരു രീതി കൺവിൻസ് ചെയ്ത് ഞങ്ങൾ ഈ റൈഡിൽ കയറ്റി. ഇതിലവൾ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറോളം എല്ലാം ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ നല്ലോണം വിശക്കാൻ തുടങ്ങി.
പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, മദ്രാസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പിന്നെ പയ്യെ അവിടെ പോയി ഫുഡ് മേടിച്ചിങ്ങ് ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും ആശാട്ടിക്ക് പൈനാപ്പിൾ ജ്യൂസ് വേണം, ദോശയൊന്നും കഴിക്കുന്നില്ല. പിന്നെ ആളൊരു പൈനാപ്പിൾ ജ്യൂസും കഴിച്ച് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയും വേറൊരു ദിവസം കാണാം.